ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് വിത്ത് ജി സി ഞാൻ ഗോപു ചന്ദ്രൻ. സോ ഗൈസ്, നമ്മൾ ജോമെട്രി എന്ന് പറയുന്ന ഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ പാർട്ട് കണ്ട ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിൽ നമ്മൾ മെയിനായിട്ട് ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് പേനയും പേപ്പറും എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓക്കെ, നമുക്കറിയാം പല ടൈപ്സ് ഓഫ് ട്രയാങ്കിൾ ഉണ്ട്. അതിലൊന്നാണ് എന്ത്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും, ഒരേ ലെങ്ത് ആയിരിക്കും. നിങ്ങൾ ഇവിടെ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ബി ആൻഡ് സി. ഓക്കെ, എ ബി 1.85 ആണെങ്കിൽ ഇതും 1.85, ഇതും 1.85. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, രണ്ടാമത്തെയാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഏതെങ്കിലും രണ്ട് സൈഡ് മാത്രം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും. ഓക്കെ, അതിന് നമ്മൾ എന്ത് പേര് വിളിക്കും? ഐസോസിലസ് ട്രയാങ്കിൾ. പിന്നെ ഈ ഐസോസിലസ് ട്രയാങ്കിൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക? ഏത് സൈഡാണോ ഈക്വൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പി സൈഡ് 1.77, എ സി എന്ന് പറയുന്നത് 1.77. അപ്പോൾ എ സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റുള്ള സിയും എന്തായിരിക്കും, രണ്ടും സെയിം ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും എക്സ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു ട്രയാങ്കിൾ, ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇതിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ സൈഡ് 1.77, ഈ സൈഡ് 1.77. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റുള്ളായിട്ടുള്ള ആംഗിളും എ സിക്ക് ഓപ്പോസിറ്റുള്ളായിട്ടുള്ള ആംഗിളും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. മൂന്നാമത്തെ കാര്യം സ്കാലിൻ ട്രയാങ്കിൾ. സ്കാലിൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആയിരിക്കും. മൂന്ന് സൈഡും ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മൂന്ന് ആംഗിളും ഡിഫറെൻ്റ് ആയിരിക്കും. മൂന്ന് ആംഗിളും ഡിഫറെൻറ്റ്. ഇക്വൽ ട്രയാങ്കിൾ മൂന്ന് സൈഡും ഈക്വൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മൂന്ന് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, മൂന്ന് ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ. എത്രയായിരിക്കും മൂന്ന് ആംഗിളും? ഓരോ ആംഗിൾ എത്രയായിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇതെന്തായിരിക്കും, 60 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്താണ് അക്യൂട്ട് ട്രയാങ്കിൾ. എന്ത് ഈ അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ? അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, എല്ലാ ആംഗിളും എന്തായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിളും എന്തായിരിക്കും, ലെസ് ദാൻ 90. ഇപ്പോൾ ഇതും ലെസ് ദാൻ 90 ആണ്, അല്ല ഇവിടെയും ലെസ് ദാൻ 90 ആണ്, ഇവിടെയും ലെസ് ദാൻ 90. അപ്പം അങ്ങനെയുള്ള ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണത് അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഒബ്റ്റ്യൂസ്. ഒബ്റ്റ്യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കും. ഏതെങ്കിലും, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താ, 90 ഡിഗ്രീനേക്കാളും കൂടുതൽ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. ആൻഡ് മൂന്നാമത്തെയാണ് എന്ത്, റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി. 90 ഡിഗ്രി വരുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം, ഓക്കെ, നമ്മൾ പറഞ്ഞതാണ് അക്യൂട്ട് ട്രയാങ്കിൾ 90 ഡിഗ്രീനേക്കാളും ലെസ് ആയിരിക്കും എല്ലാ ആംഗിളും. റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ആംഗിൾ എക്സാക്ട് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഒബ്റ്റ്യൂസ് എന്ന് വെച്ചാൽ ഒരു ആംഗിൾ 90 ഡിഗ്രീനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇത് റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഈ ലാർജസ്റ്റ് ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഹൈപ്പോട്ടന്യൂസ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ലാർജസ്റ്റ് സൈഡ്, ലാർജസ്റ്റ് സൈഡിനെ വിളിക്കുന്ന പേരാണെന്ത്, ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസിന്റെ ഇതിനെ നമ്മൾ പൈതഗോറസ് തിയറം എന്നൊക്കെ പറയും. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പൈതഗോറസ് തിയറം. ഓക്കെ, അടുത്തത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അക്യൂട്ട് ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, ബി സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞ്, റൈറ്റ് ട്രയാങ്കിളിൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ബി സ്ക്വയർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സൈഡ് സം ഓഫ് സ്ക്വയർ ഓഫ് അതർ ടു സൈഡ്സ് അതിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് വിളിക്കാം, അക്യൂട്ട് ട്രയാങ്കിൾ. കാരണം നിങ്ങൾക്ക് മൂന്ന് സൈഡ് തന്നിട്ട് ഇതിൽ എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ബി സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ആണെങ്കിൽ എന്താ,
ലാർജസ്റ്റ് സൈഡാണ് ബി. ഓക്കെ, അത് ലെസ് ദാൻ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണെങ്കിൽ അത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആയിരിക്കും? അതൊരു അക്യൂട്ട് ട്രയാങ്കിൾ ആയിരിക്കും. അത് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണെങ്കിലോ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഇനി അത് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആണെങ്കിൽ അത് എന്തായിരിക്കും? അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇത് ഓക്കെ, ഈ പോയിന്റ് ഇത് അക്യൂട്ടിന്റെ കൺസെപ്റ്റ് ആണ്. ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വെച്ചാൽ ഒബ്റ്റ്യൂസ് ആണ്. ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്താ? ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അതായി. ഇതിന് ബേസ് ചെയ്ത് ഇപ്പോൾ 1-2 ചോദ്യം നമുക്ക് ചെയ്യാം. ഇപ്പോൾ എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൂസ് ആംഗിൾ എ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ 2018 ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ചോദ്യമാണ്. അതായത് ഒരു ട്രയാങ്കിൾ എ ബി സി, എ ആണ് എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. വിച്ച് സൈഡ് നീഡ്സ് ടു ബൈസെക്ട് ഫോർ ദി ഫോർമേഷൻ ഓഫ് ടു അതർ റൈറ്റ് ആംഗിൾ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ബൈസെക്ട് ചെയ്യുക. ബൈസെക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബൈസെക്ട് ചെയ്യുക, മുറിക്കുക, അത് 2 ഈക്വൽ സെക്ടറാക്കി മാറ്റുക. 2 ഈക്വൽ സെക്ടറാക്കി മാറ്റുക എന്ന് പറയും അല്ലേ? അത് നമ്മൾ എങ്ങോട്ട് വരച്ചാൽ ഒരു ലൈനെ എങ്ങോട്ടേക്ക് വരയ്ക്കുമ്പോഴാണ് നമുക്ക് 2 വേറൊരു റൈറ്റ് ആംഗിൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ മാത്രമല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഈ ലൈനെ വിളിക്കുന്ന പേരെന്ത്? ബൈസെക്ടർ അല്ലേ? അങ്ങനെ വിളിച്ചാൽ എനിക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും അല്ലേ? നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും, അതുപോലെ ഇത് വേറൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് വരയ്ക്കുന്നത്? ബി സിയിലേക്കല്ലേ വരയ്ക്കുന്നത്? സൈഡ് ബി സിയിലേക്കല്ലേ വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? ബി സി. എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരച്ചാൽ മാത്രമേ എനിക്ക് 2 വേറെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. വേറെ എങ്ങനെ എനിക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരം എന്താ? ബി സി. ഓക്കെ, അടുത്ത ചോദ്യം. ഇപ്പോൾ എ ബി സി ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അറ്റ് സി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. റൈറ്റ് ആംഗിൾ സി എന്ന് മാർക്ക് ചെയ്യുക. മറ്റേത് എയും ബിയും അല്ലേ? ഇത് ബിയും മാർക്ക് ചെയ്ത് എയും മാർക്ക് ചെയ്യും. സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. അപ്പോൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ആര് വരയ്ക്കുന്നുണ്ട്? സി ഡി. ഓക്കെ, സി ഡി. ആംഗിൾ എ 55. ഈ ആംഗിൾ എന്ത് തന്നിട്ടുണ്ട്? 55 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സി ഡി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എ സി ഡി ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ സം ഇപ്പം നമുക്കിത് എക്സ് എന്ന് എടുക്കാം. അത് എക്സ് പ്ലസ് 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, പ്ലസ് 55. ഇതെന്ന് പറയുന്നത് എന്താ? സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ 180 ഡിഗ്രി ആയിരിക്കും. 180 അല്ലേ? അല്ലെങ്കിൽ എക്സ് പ്ലസ് 55 ഈക്വൽ ടു 90 എന്ന് എഴുതാം. ഓർ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 90 മൈനസ് 55. അപ്പം എത്ര കിട്ടും? 35 എന്ന് കിട്ടും അല്ലേ? 35. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 35. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഒരു ട്രയാങ്കിൾ നോക്ക്. ആംഗിൾ ബി എ സി 30 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ബി എ സി ആംഗിൾ ആണ് എന്ത്? 30. ഇത് 30 തന്നിട്ടുണ്ട്. അതുപോലെ എ ബി സി ഇത് 50 തന്നിട്ടുണ്ട്, ഇത് 25 തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യം എന്താ? എ ഇ ഡി. ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. ഈ ആംഗിൾ എന്താണെന്ന് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഈ ആംഗിൾ എന്തായിരിക്കും? ദിസ് ആംഗിൾ. അതായത് ഈ ആംഗിൾ ബി സി എ എന്തായിരിക്കും? ആദ്യം അത് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? 30 പ്ലസ് 50 പ്ലസ് ആംഗിൾ ബി സി എ, അതാണ് എന്ത്? 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി സി എ ഈക്വൽ ടു എന്ത് കിട്ടും? 100 എന്ന് കിട്ടില്ല അല്ലേ? ആംഗിൾ ബി സി എ ഈക്വൽ ടു 100. ഈ ആംഗിൾ 100 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ 80 ആയിരിക്കില്ലേ?
ഈ ആംഗിൾ 80 ആയിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പം ഈ ആംഗിൾ ഇ പ്ലസ് 80 പ്ലസ് 25 അതെന്ത് തന്നെയാണ്? 180 ആണ് അല്ലേ? ആംഗിൾ ഇ പ്ലസ് 80 പ്ലസ് 100, അപ്പോൾ ആംഗിൾ ഇ ഈക്വൽ ടു എന്ത് കിട്ടും? 75 എന്ന് കിട്ടും. ആംഗിൾ ഇ ഈക്വൽ ടു എന്ത് കിട്ടും? 75. ശരിയല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 75 ആയിരിക്കും. എത്ര കിട്ടും? 105. ഇപ്പം എത്ര കിട്ടും? 105 എന്ന് കിട്ടും. 105 ഏതാ വീഴുന്നതല്ല വീഴുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം നമുക്ക് ആംഗിൾ ഇ സി ബി എന്ന് പറയുന്ന ആംഗിൾ 80 കിട്ടി. ആംഗിൾ ഇ സി ബി നമുക്ക് 80 കിട്ടി. ആംഗിൾ സി ഡി ഓൾറെഡി എന്ത് വന്നിട്ടുണ്ട്? 25 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് 80 പ്ലസ് 25 ആയിരിക്കും. ഡയറക്റ്റ് നമുക്ക് എന്ത് കിട്ടും? 105 കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടിയത്? നമ്മളിത് പിന്നീട് പറയുന്നതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്ന് പറയും. അല്ല, എക്സ്ട്രാ ആംഗിൾ തിയറം അല്ല, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് സം ഓഫ് ടു ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. ഞാൻ പറയും പിന്നീട്. അതിനെ അടുത്ത കൺസെപ്റ്റ് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, അടുത്തത് പിന്നെ സിമിലർ. രണ്ട് ട്രയാങ്കിൾസ് എപ്പോഴാണ് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്? രണ്ട് ട്രയാങ്കിൾസ്, ഈ ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ആർ ഈക്വൽ. അതായത് ആംഗിൾ എ ഇത്, ബി ബി സി സി, അപ്പോൾ എല്ലാം ഒരേപോലെ ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പേര് വിളിക്കും? സിമിലർ ട്രയാങ്കിൾ. അവിടെ സൈഡ് നിങ്ങൾക്ക് ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല കേട്ടോ. സൈഡ് പ്രപ്പോർഷണൽ ആയിരിക്കും. സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. പ്രപ്പോർഷണൽ സൈഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. അതിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സിമ്പൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ ഡാഷ്, ആംഗിൾ ബി ഈക്വൽ ടു ബി ഡാഷ് ആയിരിക്കും, സി ഈക്വൽ ടു എന്തായിരിക്കും? സി ഡാഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണെങ്കിൽ സിമിലർ ട്രയാങ്കിൾസ്. സൈഡ് എന്ത് ചെയ്യണം? ഇല്ല, സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഇനി സൈഡും സെയിം ആണെങ്കിൽ നമ്മളതിനെ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയും. ഓക്കെ, if sides and corresponding angles, സൈഡും ആംഗിൾസും സെയിം ആണെങ്കിൽ, ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ, അതിന് നമ്മൾ ഇങ്ങനെയാണ് സിമ്പല്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സൈഡും ആംഗിളും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പേര് വിളിക്കുന്നത്? അതിന് വിളിക്കുന്നവരാണ് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ, കോൺഗ്രുവൻസി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഇവിടെ നോക്കുക, ഈ ഒരു സിമ്പല് ഇവിടെ നോക്ക്. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എക്സ് വൈ സെഡ് സിമിലർ അല്ല, കോൺഗ്രുവൻറ്റ്. കണ്ടോ, സിമ്പിൾ ശ്രദ്ധിക്കുക, കോൺഗ്രുവൻറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ബി എ സി 55 ആണെങ്കിൽ സെഡ് എക്സ് വൈ എന്താ? അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? രണ്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ഒരേ ലെങ്ത് ആയിരിക്കും ട്രയാങ്കിളിന്. കുറച്ച് വലുതാക്കി വരയ്ക്കാം. രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ഒരെണ്ണം എ ബി സി. ഓക്കെ, മറ്റേത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്, ഇത് വൈ, ഇത് സെറ്റ്. ഓക്കെ, അപ്പോൾ എ സിയും എ എക്സും എക്സ് സെറ്റും സെയിം ആണ്, എ ബിയും എക്സ് വൈയും സെയിം ആണ്, ഈ സൈഡും എന്താ? സെയിം ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ. ബി എ സി 55, ബി എ സി, അപ്പം ഇത് 55 വന്നിട്ടുണ്ട്. അപ്പം ഇത് എന്ത് തന്നെയായിരിക്കും? 55 തന്നെ ആയിരിക്കും. ഓക്കെ,
സെഡ് എക്സ് വൈ എന്താണെന്നാണ് ചോദ്യം. സെഡ് എക്സ് വൈ എവിടെ സെഡ് എക്സ് വൈ? സെഡ് എക്സ് വൈ അതല്ല ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 55. സെഡ് എക്സ് വൈ തന്നെയാണ് 55 തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. ഈ ഒരു ട്രയാങ്കിൾ നോക്കാം. ട്രയാങ്കിൾ എ ബി സി ആൻഡ് പി ക്യു ആർ സിമിലർ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ കുറച്ച് വേണമെങ്കിൽ വലുത് പി ക്യു ആർ സിമിലർ. പെരിമീറ്ററിന്റെ റേഷ്യോ 36ഉം 24. ഓക്കെ, ഇതിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ 36, നമുക്ക് P1 എന്ന് എഴുതാം. ഇതിന്റെ പെരിമീറ്റർ P2 എന്ന് വെച്ചാൽ എന്താ 24. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ക്യു 10 ആണെങ്കിൽ എ ബിന്റെ വാല്യൂ എന്താണെന്ന് ചോദ്യം. എ ബിന്റെ വാല്യൂ പെരിമീറ്ററിന്റെ റേഷ്യോ. ഓക്കെ, സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ പെരിമീറ്ററിന്റെ റേഷ്യോ തന്നെയായിരിക്കും എന്താ സൈഡിന്റെ റേഷ്യോ. പെരിമീറ്ററിന്റെ റേഷ്യോയും സൈഡിന്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഏരിയ നേരെ തിരിച്ചായിരിക്കും കേട്ടോ. ഏരിയന്റെ റേഷ്യോ എന്ന് വെച്ചാൽ എന്തായിരിക്കും സൈഡിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആയിരിക്കും. ആ കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യുക നോട്ട് ചെയ്ത് വെക്കുക. സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ പെരിമീറ്ററിന്റെ റേഷ്യോ സൈഡിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഏരിയന്റെ റേഷ്യോ സൈഡിന്റെ റേഷ്യോന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സൈഡിന്റെ റേഷ്യോ എ ബി ബൈ പി ക്യു എന്ന് വെച്ചാൽ പെരിമീറ്റർ 1 പെരിമീറ്റർ 2 ആയിരിക്കും. അതായത് എ ബി ബൈ 10 എന്ന് പറയുന്നത് ഒന്നാമത്തെ പെരിമീറ്റർ ബൈ രണ്ടാമത്തെ പെരിമീറ്റർ. ഓക്കെ, അപ്പം എന്ത് കിട്ടും 3/2. അപ്പം എ ബി ഈക്വൽ ടു 3/2 ഇൻറ്റു 10 എന്ന് കിട്ടും. 15 എന്ന് കിട്ടും. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. ഈ കാര്യം രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കാരണം ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ നോക്ക്, ട്രയാങ്കിൾ എ ബി സി ഉണ്ട്, അതുപോലെ ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ട്. ഓക്കെ, എ ബി ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. ഓക്കെ, പി ക്യു ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, നമുക്കിതിന് 1 കൊടുക്കുന്നതിന് 2 കൊടുക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്താണെന്ന ചോദ്യം. ഞാനിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക. സൈഡ് 1 ബൈ സൈഡ് 2, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/3 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. 25 ഡിവൈഡഡ് ബൈ 9 ഏതാ വരുന്നത്? 25/9. ഓക്കെ, അടുത്തത് അതുപോലൊരു ചോദ്യമാണ്. ട്രയാങ്കിൾ എ ബി സി, ഇതിൻ്റെ ഏരിയ നമുക്ക് A1 എന്ന് കൊടുക്കാം. ഓക്കെ, വേറൊരു ട്രയാങ്കിൾ ഡി ഇ എഫ്, ഇതിൻ്റെ ഏരിയ എന്ത് കൊടുക്കുക? A2 എന്ന് കൊടുക്കുക. ബി സി ഇത് 4 തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഇത് എത്ര തന്നിട്ടുണ്ട്? 7 തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഏരിയ എ ബി സിൻ്റെ ഏരിയ 144 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഏരിയ എന്താണെന്ന ചോദ്യം. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ ഏരിയ ബൈ ഒന്നാമത്തെ ഏരിയ എന്ന് വെച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ സൈഡ് ബൈ ഒന്നാമത്തെ സൈഡ് ട്രയാങ്കിൾ. ഒന്നാമത്തെ സൈഡ് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്. ഓക്കെ, ഹോൾ സ്ക്വയർ. അപ്പോൾ 7/4 ഹോൾ സ്ക്വയർ 49/16 എന്ന് കിട്ടും. അപ്പോൾ A2 ഈക്വൽ ടു എന്ത് കിട്ടും? 49/16 ഇൻറ്റു A1. 49/16 ഇൻറ്റു ഏരിയ, ഫസ്റ്റ് ഏരിയ 144, 49 ഇൻറ്റു എത്ര കിട്ടും? 9, 441 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? അടുത്തത്, if two triangle DEF and PQR, DEF, ഓക്കെ, അതുപോലെ PQR, അത് എഴുതാൻ പറ്റേ. DE ഈക്വൽ ടു QR,
ഡി ഇൻ്റെ സ്ഥാനത്താണ് ആരുള്ളത്? ക്യു ആർ ഉള്ളത്. ഇ എഫിൻ്റെ സ്ഥാനത്ത് പി ആർ ഉണ്ട്. ഇ എഫിൻ്റെ സ്ഥാനത്ത് പി ആർ, പി എഫിൻ്റെ സ്ഥാനത്ത് പി ആർ, എഫ് ഡിൻ്റെ സ്ഥാനത്ത് പി ക്യു, എഫ് ഡിൻ്റെ സ്ഥാനത്ത് പി ക്യു. കറക്റ്റ് അല്ലേ? അപ്പോൾ ഡി ഇൻ്റെ സ്ഥാനത്ത് ആരുണ്ട്? ക്യു ആർ ഉണ്ട്. ഇ എഫിൻ്റെ സ്ഥാനത്ത്, ഇ എഫിൻ്റെ സ്ഥാനത്ത് ആരുണ്ട്? പി ആർ ഉണ്ട്. എഫ് ഡിൻ്റെ സ്ഥാനത്ത് പി ക്യു, എഫ് ഡിൻ്റെ സ്ഥാനത്ത് പി ക്യു. അപ്പോൾ ആരൊക്കെ നമ്മുടെ കോൺഗ്രുവൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡി ഇ എഫ് കോൺഗ്രുവൻ ടു ക്യു ആർ പി എന്ന് പറയാം. ഡി ഇ എഫ് കോൺഗ്രുവൻ ടു ക്യു ആർ പി. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഡി ഇ എഫ് കോൺഗ്രുവൻ ടു ക്യു ആർ പി. അതായത് ഡിൻ്റെ സ്ഥാനത്ത് ആര് വരണം? ക്യു വരണം. ഇൻ്റെ സ്ഥാനത്ത് ആർ വരണം. എഫിൻ്റെ സ്ഥാനത്ത് പി വരണം. അങ്ങനത്തെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. അങ്ങനത്തെ ഓപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ. ഇപ്പം ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് പി വരുന്നുണ്ട്, ഇൻ്റെ സ്ഥാനത്ത് ആർ വരുന്നുണ്ട്, ഡിൻ്റെ സ്ഥാനത്ത് ആര് വരുന്നുണ്ട്? ക്യു വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കറക്റ്റാണ്. ഇത് കറക്റ്റാണ്. ബാക്കിയൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തോ, കറക്റ്റായി വരുന്നുണ്ടാവില്ല. ഇവിടെ ഡിൻ്റെ സ്ഥാനത്ത് ആര്? പി ആണ് വരുന്നത്, തെറ്റാ. ഇവിടെ ഡിൻ്റെ സ്ഥാനത്ത് പി ആണ് വരുന്നത്, തെറ്റാ. ഇവിടെ ഡിൻ്റെ സ്ഥാനത്ത് ആറാണ് വരുന്നത്, തെറ്റാ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. മനസ്സിലായോ കോൺഗ്രുവൻസി? അടുത്തത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. ഓക്കെ, ഒരു ട്രയാങ്കിള്, ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് സി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഔട്ട് സൈഡിലെ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇത് നമ്മൾ പിയും ഈ ആംഗിൾ ക്യൂവും ഈ ആംഗിൾ ആറും ആണെങ്കിൽ ആംഗിൾ ആർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂവിന് ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ടു ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പം അത് ശ്രദ്ധിക്കുക. അതുപോലെ ട്രയാങ്കിൾ വേറെ പ്രോപ്പർട്ടിയാണ് സം ഓഫ് ആംഗിൾസ്. അപ്പോൾ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്യട്ടോ. അത് ട്രയാങ്കിളിൻ്റെ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പം ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എ ബി പ്ലസ് ബി സി ഗ്രേറ്റർ ദാൻ എ സി. സം ഓഫ് ടു സൈഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ട്രയാങ്കിളിൻ്റെ. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യം നോക്കുക. Triangle ABC, angles are in the ratio 4:3:5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ആംഗിൾസ് നമുക്കറിയാം, സം ഓഫ് ദി ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ദി ആംഗിൾസ് 180. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി സമ്മ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? 180 കിട്ടുന്നില്ല. ഇവിടെയും സമ്മ് ചെയ്ത് എന്ത് കിട്ടില്ല? 180 കിട്ടില്ല അല്ലേ? ഇവിടെയും സമ്മ് എന്ത് ചെയ്യില്ല? 180 കിട്ടില്ല. അപ്പോൾ സമ്മ് ഒന്നാമത്തെ കാര്യം 180 കിട്ടുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സമ്മ് 180 കിട്ടുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ ബി. പിന്നെ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. ഇവിടെ ഗ്രേറ്റസ്റ്റ് ആംഗിൾ എന്താണെന്ന ചോദ്യം. 3 ആംഗിൾസ് എന്നുണ്ട്. ഒരെണ്ണം 2x, മറ്റേ ആംഗിൾ 3x-8, അടുത്ത ആംഗിൾ 5x-12. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ആംഗിൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ സം ഓഫ് ദി ആംഗിൾ എന്നുള്ളത് എന്തായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. 2x + 3x-8 + 5x-12 സം ഓഫ് ദി ആംഗിൾസ് 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് 10x - 20
10x മൈനസ് 20 180 കിട്ടും. 10x ഈക്വൽ ടു എന്ത് കിട്ടും? 200 കിട്ടും. എക്സിൻ്റെ വാല്യൂ 20 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 20. അപ്പോൾ ആംഗിൾസ് എന്തായിരിക്കും? 2x എന്ന് പറയുന്നത് 40 ആയിരിക്കും. 3x മൈനസ് 8 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 60. 3 ഇൻറ്റു 20 60 മൈനസ് 8. 60 മൈനസ് 8 എത്രയാ? 52 ആയിരിക്കും. 5x മൈനസ് 12 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 100 മൈനസ് 12 88 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാ? 88 ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഓക്കെ. അടുത്ത ചോദ്യം. ഇൻ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കോസ് സ്ക്വയർ ബി പ്ലസ് സി ബൈ 2 കോസ് സ്ക്വയർ എ ബൈ 2 സീക്ക് സ്ക്വയർ സി ബൈ 2 മൈനസ് കോട്ട് സ്ക്വയർ എ പ്ലസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 മൈനസ് എ ബൈ 2 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 90 മൈനസ് എ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ. അതേപോലെ ഇവിടെ എ പ്ലസ് ബി ബൈ 2, എ പ്ലസ് ബി ബൈ 2 എന്ന് വെച്ചാൽ അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 90 മൈനസ് സി ബൈ 2 ആയിരിക്കും. എ പ്ലസ് ബി ബൈ 2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? 90 മൈനസ് സി ബൈ 2 അല്ലേ? അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് സ്ക്വയർ ബി പ്ലസ് സി ബൈ 2 എന്ത് എഴുതാം? 90 മൈനസ് എ ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എ ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ എ ബൈ സി ബൈ 2 മൈനസ് കോട്ട് സ്ക്വയർ സി ബൈ 2. ഓക്കെ. അതിന് ഈ കോസ് 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? സൈൻ തീറ്റയാണ്. ഓക്കെ. കോട്ട് സ്ക്വയർ 90 മൈനസ് തീറ്റ, ഇവിടെ കോട്ട് സ്ക്വയർ 90 മൈനസ് സി ബൈ 2. അതേപോലെ കോട്ട് 90 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? ടാൻ തീറ്റ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ സ്ക്വയർ 90 മൈനസ് എ ബൈ 2, സൈൻ സ്ക്വയർ 90 മൈനസ് എ ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എ ബൈ 2 അല്ല, സൈൻ സ്ക്വയർ എ ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എ ബൈ 2 ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ സി ബൈ 2 മൈനസ് ടാൻ സ്ക്വയർ സി ബൈ 2. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കുന്ന കാര്യം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ 1 ആയിരിക്കും. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്റർ 1 വരും, ഡിനോമിനേറ്റർ 1 വരും. ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾസ് എ ബി സി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ 2 എന്ന് വെച്ചാൽ 90 മൈനസ് സി ബൈ 2 ആണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ബി പ്ലസ് സി ബൈ 2 എന്ന് വെച്ചാൽ 90 മൈനസ് എ ബൈ 2, അല്ലെങ്കിൽ എ പ്ലസ് സി ബൈ 2 എന്ന് വെച്ചാൽ 90 മൈനസ് ബി ബൈ 2 ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ട്രിഗണോമെട്രീൻ്റെ കൺസെപ്റ്റ് കൂടി അറിയണം. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ, കോട്ട് 90 മൈനസ് തീറ്റ ടാൻ തീറ്റ. ഓക്കെ. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യം. എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇൻ വിച്ച് എ ബി ഈക്വൽ ടു എ സി ആൻഡ് ബി എ സി ഈക്വൽ ടു 50, സൈഡ് ബി സി എക്സ്റ്റൻഡഡ്. അതായത് ഒരു ട്രയാങ്കിൾ എ ബി സി. ഓക്കെ. എ ബി ഈക്വൽ ടു എ സി, എ ബിയും എ സിയും ഈക്വൽ എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബി എ സി 50, ബി എ സി 50, ബി എ സി 50 ആണെങ്കിൽ മൊത്തം 100, ഇത് 65, രണ്ട് ഈക്വൽ അല്ല. അപ്പോൾ ഇത് 65 ആയിരിക്കും, ഇതെന്തായിരിക്കും? 65 ആയിരിക്കും. കാരണം ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ് അല്ലേ? ടോട്ടൽ എ ബി സി, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈ രണ്ട് സൈഡും ഈക്വലാണ്. ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് തന്നിട്ടുണ്ട് 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി 130 വരും. അല്ലെങ്കിൽ ഇത് 65 ഡിഗ്രി ആയിരിക്കും, ഇത് എന്തായിരിക്കും? 65. എന്നല്ലേ സമ്മ് 150 വരുള്ളൂ. എന്നിട്ട് എന്താ പറയുന്നത്? ബി സി എക്സ്റ്റെൻഡഡ് ടു ഡി എന്ന് പറയുന്നുണ്ട്. ബി സി എന്ന് പറയുന്ന സൈഡ് എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു
ഡി. അങ്ങനെയാണെങ്കിൽ എ സി ഡി ഈ ആംഗിൾ എന്താണെന്ന ചോദ്യം. നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ സം ഓഫ് ടു ഇന്റീരിയർ ആംഗിൾ അല്ലേ. സം ഓഫ് ടു ഇന്റീരിയർ ആംഗിൾ 50 + 65 ഓപ്പോസിറ്റുള്ള ഇന്റീരിയർ ആംഗിളിന്റെ സം അല്ലേ. 50 + 65 115. 115 ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. In triangle PQR, QR is extended up to S so that RS equal to RP, PRQ equal to 70. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക ആദ്യം PQR, എന്നിട്ട് QRP. QR എക്സ്റ്റെൻഡ് ചെയ്തു എസിലോട്ടേക്ക്. RS ഈക്വൽ ടു RP. ഇതും ഇതുമാണ് എന്ത് പറയുന്നത്? ഈക്വൽ പറയുന്നത്. PRQ 70 തന്നിട്ടുണ്ട്. PRQ എന്ന് വെച്ചാൽ ഈ ആംഗിൾ എന്ത് തന്നിട്ടുണ്ട്? 70 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്തായിരിക്കും? 110 ആയിരിക്കും അല്ലേ. സമ 180 അല്ലേ. QPS 110 തന്നിട്ടുണ്ട്. QPS ആ അങ്ങനെ QPS 110 തരുന്നത്. ഒന്നുകൂടി, PQR എന്ന് പറയുന്ന ട്രയാങ്കിള് QR is extended to S so that RS equal to RP. അതൊക്കെ. PRQ equal to 70 തന്നിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടല്ലോ. QPS equal to 110. QPS 110. ഓക്കെ, നമുക്കത് വരയ്ക്കാം. ഓക്കെ, പി ആംഗിള് എത്ര തന്നിട്ടുണ്ട്? 110 തന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അത് 110. ശരി, അങ്ങനെയാണെങ്കിൽ PQS ആണ് കണ്ടുപിടിക്കേണ്ടത്. PQS ഈ ആംഗിള്, അത് സിമ്പിൾ അല്ലേ. PQS. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട്, അതായത് ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് 110, അപ്പൊ ഇത് 35 ഡിഗ്രി ആയിരിക്കും, ഇതും എന്തായിരിക്കും? 35 ഡിഗ്രി ആയിരിക്കും. അതെന്തായിരിക്കും? 35. അത് രണ്ട് 35. മൊത്തം 110 അല്ലേ. മൊത്തം 110 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 110 അല്ലേ വരുന്നത്. മൊത്തം 75 ആയിരിക്കുമോ? അത് 75 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? നമുക്കതിന് എക്സ് എന്ന് കൊടുക്കാം അല്ലേ. ഇപ്പോൾ ട്രയാങ്കിൾ PQR എടുക്കുകയാണെങ്കിൽ സം ഓഫ് ദി ആംഗിൾ എക്സ് പ്ലസ് 75 പ്ലസ് 70 എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. എക്സ് പ്ലസ് 75 പ്ലസ് 70 180 അല്ലേ. സോറി, എക്സ് പ്ലസ് 145 ഈക്വൽ ടു 180. എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 180 മൈനസ് 145. ഇപ്പം എന്ത് കിട്ടും? 35 കിട്ടും. എക്സിന്റെ വാല്യൂ 35 കിട്ടും. ശരിയല്ലേ അല്ലേ? അല്ലെങ്കിൽ വേറെ രീതിയിലും ചിന്തിക്കാം. ഇപ്പോൾ ഈ എക്സ്റ്റീരിയർ ആംഗിൾ എക്സ് പ്ലസ് 75 എന്ന് വെച്ചാൽ അവർ തന്ന ഇന്റീരിയർ ആംഗിൾ എക്സ് പ്ലസ് 75 എന്ന് വെച്ചാൽ അവർ തന്ന എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും എക്സ് പ്ലസ് 75 അല്ലേ. അപ്പൊ എക്സ് ഈക്വൽ ടു 110 മൈനസ് 75. അപ്പോഴെന്ത് കിട്ടും? 35 കിട്ടും. ആൻസർ 35, ഓപ്ഷൻ ഡി. നല്ലൊരു ചോദ്യം, ക്ലിയർ ആയി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത്. സോറി, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. അപ്പൊ അതുപോലൊരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്.
എന്നിട്ട് ഇത് ക്യൂവും ഇവിടുന്ന് പിയും. അപ്പോൾ അവിടെ നമുക്ക് ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് എ ആണ്. ബിയും പി എന്ന് പറയുന്നത് സി ക്യൂവിനെ പാരലൽ എന്ന് പറയുന്നുണ്ട്. ഈ ആംഗിള് 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ആംഗിള് 70. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 50. കാരണം ഈ മൊത്തം ആംഗിൾ എന്തായിരിക്കണം? 70 ആയിരിക്കണം. ആംഗിൾ ബി എന്ന് പറയുന്നത് മൊത്തം ആംഗിൾ എന്ത്? ബി അല്ല, പി ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 70. കാരണം പാരലൽ കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 70 ആണെങ്കിൽ 50 + 20 ഇത് എന്തായിരിക്കണം? 70 ആയിരിക്കണം. അവിടെ ഇരിക്കട്ടെ. ഇനി ഈ ആംഗിൾ അവിടെ നിന്നിട്ട് എക്സ്, അത് കണ്ടുപിടിക്കണം. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ രണ്ട് ആംഗിളും ഈക്വൽ. ഈക്വൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ട്രയാംഗിൾ എ ബി സിന്റെ സമ്മ് 180 ആണ്. സം ഓഫ് ദി ആംഗിൾ എന്ന് പറയുന്നത് 180 അല്ലേ? അപ്പോൾ ഇവിടെ 50 ഉണ്ട്, ഇത് 65 ആയിരിക്കും. 130 അല്ലേ? ഇത് 65. നമ്മൾ നേരത്തെ ചെയ്തു. 65, 130, 50. ഇനി എന്ത് ശ്രദ്ധിക്കുക? ഇത് 65ഉം എക്സും 70ഉം കൂടി കൂട്ടി എന്ത് കിട്ടണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആംഗിൾ 180 കിട്ടണം. 65 + x + 70 എന്ന് പറയുന്നത് 180 കിട്ടണം. കിട്ടണ്ടേ? 65 + x + 70 = 180. ഓർ 65 + x എന്ന് പറയുന്നത് 110. എക്സ് എന്ന് വെച്ചാൽ 110 - 65. എത്ര കിട്ടും? 110 - 65. തെറ്റിയ? തെറ്റി. 65 കറക്റ്റ് അല്ല. 50, 65, 150. സോ എക്സ് പ്ലസ് 135 = 180. എക്സ് = 180 - 135. 45 ആണല്ലോ വരുന്നത്. എനിക്ക് എവിടെ തെറ്റിയത്? എവിടെ തെറ്റി? എവിടെയാ തെറ്റിന്ന് മനസ്സിലായോ? ഇതാണ് തെറ്റ്. അതായത് ഇതിന് ഓപ്പോസിറ്റുള്ളായിട്ടുള്ള ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളാണ് ഈക്വൽ. ആ രണ്ട് ആംഗിളാണ് ഈക്വൽ. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൾറെഡി 50 കണ്ടുപിടിച്ചു. ഇതും എന്തായിരിക്കും? 50 ആയിരിക്കും. അങ്ങനെയല്ലേ വരിക? ഇത് 50 ആണെങ്കിൽ ഇത് 50. ഐസോസെലസ് ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി 100. ഇതെന്തായിരിക്കും? 80. ഇവിടെ എന്താ വരിക? 80. അപ്പോൾ 150. 180 - 150 30 നമ്മൾ ഉത്തരം. 30 വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം ഇല്ല, ഇതൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതൊരു ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, എ ബി സി. അതിൽ ഈ ബി ഇ എന്ന് പറയുന്നത് എന്താ? ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടർ. ബി ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ. ഓക്കെ, ഇന്റേണൽ ആംഗിൾ ബൈസെക്ടർ. ഇന്റേണൽ ആയിട്ട് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈനാണ് എന്ത്? ഈ ബി ഇ. അതേപോലെ ഓക്കെ, ഈ സിഇ എന്ന് പറയുന്നത് എന്താ? എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ. എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 2θ ആണെങ്കിൽ ഈ ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടറും എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടറും തമ്മിലുള്ള ആംഗിൾ അതിൻ്റെ പകുതി ആയിരിക്കും. അതിൻ്റെ പകുതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രയാങ്കിൾ, ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ ബൈസെക്ടർ ഇത് 30. ഓക്കെ, ഇത് 60. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടർ എന്താ? ഇയിൽ മീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഈ ആംഗിൾ എൻ്റെ പകുതി ആയിരിക്കും. ആംഗിൾ എൻ്റെ എന്തായിരിക്കും? പകുതി ആയിരിക്കും. 30 ഡിഗ്രി ആയിരിക്കും.
അതാണ് ഈ തിയറം പറയുന്നത്. ദി ആംഗിൾ ബിറ്റ്വീൻ ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ബേസ് ആംഗിൾ ആൻഡ് എക്സ്റ്റേണൽ ബൈസെക്ടർ ഓഫ് അതർ ബേസ് ആംഗിൾ ഈസ് ഹാഫ് ഓഫ് ദി റിമൈനിങ് വെർട്ടെക്സ് ആംഗിൾ. ഓക്കെ, ജസ്റ്റ് കൺസെപ്റ്റ് അറിഞ്ഞു നോക്കി. അതുപോലെ ഒരു ട്രയാങ്കിളിന്റെ പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. കാരണം ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെന്ന് വിചാരിക്കും, എ ബി സി, ഒരു ട്രയാങ്കിൾ എ ബി സി. ആ ബി സിനെ പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു, ബി സിനെ പാരലായിട്ട് ഞാൻ എന്ത് വരച്ചു, ഒരു ലൈൻ. അപ്പോൾ അതിൻ്റെ ലെറ്റ് പി ക്യു ആണെന്ന് വിചാരിക്കുക, പി ക്യു. അങ്ങനെയാണെങ്കിൽ ഈ എ പി ബൈ പി ബി എന്ന് പറയുന്നത്, എ പി ബൈ പി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എ ക്യു ബൈ ക്യു സിന് ഈക്വൽ ആയിരിക്കും, എ ക്യു ബൈ ക്യു സി. എ പി ബൈ പി ബി ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൊപ്പോർഷണാലിറ്റി തിയറം, ട്രയാങ്കിളിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുന്ന സൈഡിൻ്റെ റേഷ്യോ എ പി ബൈ പി ബി എന്ന് വെച്ചാൽ എ ക്യു ബൈ ക്യു സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം നോക്ക്, ഡി ആൻഡ് ഇ ആർ മിഡ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഓഫ് എ ബി ആൻഡ് എ സി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, എ ബി സി. അപ്പം അതിൽ എ ബിൻ്റെ മിഡ് പോയിന്റ് ഡി എന്നും എ സിൻ്റെ മിഡ് പോയിന്റ് ഇ എന്നും പറയുന്നു. ഓക്കെ, ബി സി 6 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡി ഇ പാരലൽ ടു ബി സി. അപ്പോൾ ഡി ഇ എന്ന് വെച്ചാൽ പാരലൽ ടു ബി സി ആണ്. ലെങ്ത് ഓഫ് ഡി ഇ, ലെങ്ത് ഓഫ് ഡി നമുക്ക് മിഡ് പോയിന്റ് അല്ലേ, മിഡ് പോയിന്റ് അർത്ഥം എന്താ, ഈ റേഷ്യോ 1:1 ആയിരിക്കും. ഓക്കെ, അങ്ങനെയല്ല, അത് മിഡ് പോയിന്റ് തിയറാണ്. ഡി ഇ പാരലൽ ടു ബി സി ആണെങ്കിൽ അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ഇവിടെ എന്തായിരിക്കും, ഒന്നാമതായിട്ട് സിമിലർ ആയിരിക്കും കേട്ടോ, രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പോൾ മിഡ് പോയിന്റിലാണ് പാരലൽ ആണെങ്കിൽ ജസ്റ്റ് ലോജിക്കാണ്, ഇത് 6 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 3 ആയിരിക്കും. അതെന്തായിരിക്കും, 3 ആയിരിക്കും. ഈക്വലായിട്ട് അല്ലേ ഡിവൈഡ് ചെയ്യുന്നു, ഈ റേഷ്യോ ഈക്വലായിട്ട് അല്ലേ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. മിഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഇത് റേഷ്യോ 1:1 അല്ലേ, 1:1 അല്ലേ. ഇത് 6 ആണെങ്കിൽ ഇത് എന്തായിരിക്കും, 3 ആയിരിക്കും. ഓക്കെ, അടുത്തത്, if triangle ABC M is on one side of AB. നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ബി സി വരയ്ക്കാം. ഓക്കെ, ഇവിടെ എം ഉണ്ട്, ഇവിടെ എന്തുണ്ട്, എന്നും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബി എം എൻ സി ഇത് എന്താ, ഒരു ട്രപ്പീസിയമാണ്, ഇതൊരു ട്രപ്പീസിയമാണ്. റേഷ്യോ ഓഫ് സൈഡ് ഓഫ് എം എൻ ആൻഡ് ബി സി, എം എൻ 7 ആണെങ്കിൽ ഇതെന്തായിരിക്കും, 9 ആയിരിക്കും, ഇത് 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ബൈ ട്രപ്പീസത്തിൻ്റെ ഏരിയ എന്താണെന്ന് ചോദ്യം, ട്രയാങ്കിളിൻ്റെ ഏരിയ ബൈ ട്രപ്പീസത്തിൻ്റെ ഏരിയ. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഏരിയ ബൈ ട്രപ്പീസത്തിൻ്റെ ഏരിയ നമുക്കറിയാം, ഈ ടോട്ടൽ ഏരിയ. ഇപ്പം നമുക്കിതിന് A1 എന്ന് കൊടുക്കാം, ഇതിന് A2 എന്ന് കൊടുക്കാം. ഓക്കെ, ഏരിയൻ്റെ റേഷ്യോ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയിരിക്കും. ട്രയാങ്കിൾ എ എം എന്നും അതുപോലെ എ ബി സിയും എന്തായിരിക്കും, സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും, സിമിലർ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ A1 ബൈ A2 എന്ന് വെച്ചാൽ എന്തായിരിക്കും, സൈഡ് 1 ബൈ സൈഡ് 2ൻ്റെ സ്ക്വയർ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ. ഇതിൽ ഈ സൈഡ് എന്ന് പറയുന്നത് സൈഡ് 1 എന്ന് പറയുന്നത് 7ഉം ഓക്കെ സൈഡ് 2ൻ്റെ ബേസ് 9ഉം അല്ലേ, 49/81. അതിൽ A1 എന്ന് പറയുന്നത് എന്താ, സ്മോൾ ട്രയാങ്കിളും A2 എന്ന് പറയുന്നത് എന്താ, ബിഗ് ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് വെച്ചാൽ, ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് വെച്ചാൽ ഓക്കെ A2 - A1 അല്ലേ, ഏരിയ ഓഫ് ട്രപ്പീസിയം എന്ന് പറയുന്നത് A2 - A1 അല്ലേ. നമുക്കിപ്പോൾ തൽക്കാലം A1 = 49ഉം A2 = 81 എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ A2 - A1 എന്ന് വെച്ചാൽ എന്തായിരിക്കും, 81 - 49 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. A2 - A1 എന്ന് വെച്ചാൽ 32. നമുക്ക് ഇവർ തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ, ചെറിയ ട്രയാങ്കിളും ട്രപ്പീസിയവും തമ്മിലുള്ള റേഷ്യോ ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ അർത്ഥം എന്തായിരിക്കും, 49/32 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ,
മനസ്സിലായെന്ന് വിചാരിക്കണം, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ അതുപോലൊരു ചോദ്യമാണ്. ഞാൻ ഈ ട്രയാങ്കിൾ ഒന്ന് തിരിച്ചു വരയ്ക്കുകയാണേ. ട്രയാങ്കിൾ ഒന്ന് ഞാൻ തലതിരിച്ച് വെക്കുകയാണ്. ഇവിടെ എ ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഓക്കെ, ബി സിക്ക് പാരലായിട്ട് ആരുണ്ട്? ഡി ഇ ഉണ്ട്. ബി സിക്ക് പാരലായിട്ട് ആരുണ്ട്? ഡി ഇ ഉണ്ട്. ഇനി അവർ പറഞ്ഞ പോലെ എഴുതാം. എ ഡി ഈക്വൽ ടു എക്സ്, എ ഡി ഈക്വൽ ടു എക്സ്, ഡി ബി എക്സ് മൈനസ് ടു, ഡി ബി ഇത് എക്സ് മൈനസ് ടു, എ ഇ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് ടു, ഇ സി എന്ന് പറയുന്നത് എന്താ? എക്സ് മൈനസ് വൺ. എക്സിന്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഡി ഇ എന്ന് പറയുന്നത് പാരലൽ ടു എന്ത് പറയുന്നുണ്ട്? ഡി ഇ എന്ന് പറയുന്നത് പാരലൽ ടു ബി സി. ഞാൻ ഓൾറെഡി പറഞ്ഞു എ ഡി ബൈ ഡി ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ഇ ബൈ ഇ സിക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് എക്സ് ബൈ എക്സ് മൈനസ് ടു എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടു ബൈ എക്സ് മൈനസ് വൺ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. വെറുതെ എക്സിന് സോൾവ് ചെയ്യേണ്ട, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് മെത്തേഡ് നോക്കാം. അപ്പോൾ ആദ്യം ഓപ്ഷൻ എ പറയുന്നത് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ എൽ എച്ച് എസിൽ എന്ത് വരും? 5/3. ആർ എച്ച് എസിൽ എന്ത് വരും? 7/4. അത് തെറ്റാണ്. എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ അല്ല. ഓപ്ഷൻ ബി നോക്കുക, 3/1 വരും എൽ എച്ച് എസ്. ആർ എച്ച് എസിലോ 6/2, 3/1 വരും. അതല്ലേ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ? 3/1 ആർ എച്ച് എസിലും, അയ്യോ ആർ എച്ച് എസ് 3+2 5 ആണല്ലോ അല്ലേ? തെറ്റ. ആർ എച്ച് എസിൽ 3+2 5/3 - 5/2 അത് തെറ്റ. ഓപ്ഷൻ സി ചെക്ക് ചെയ്യാം. 4/2 എന്ന് വരും എൽ എച്ച് എസിൽ, ആർ എച്ച് എസിൽ 6/3. 4/2 എന്ന് വെച്ചാൽ 2 ആണ്, 6/3 എന്ന് വെച്ചാൽ 2. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അല്ല നിങ്ങൾ എക്സിന് സോൾവ് ചെയ്യാൻ നിൽക്കൊന്നും വേണ്ട. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത്, ഇനി ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. ഒരു റൈറ്റ് ആംഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആംഗിൾ 30 ആണെങ്കിൽ ഓക്കെ, അതിന്റെ സൈഡിന്റെ റേഷ്യോ എന്തായിരിക്കും? സൈഡിന്റെ റേഷ്യോ ഇങ്ങനെയായിരിക്കും വരുന്നത്, √3. അത് ശ്രദ്ധിക്കുക. അതുപോലെ സൈൻ 60 എന്ന് ആലോചിച്ചാൽ മതി. 60 ആണെങ്കിൽ √3/2 അല്ലേ? 45 ആണെങ്കിലോ? ആംഗിൾ 45 ആണെങ്കിൽ. അപ്പം ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, റേഷ്യോ സോൾവ് ചെയ്യുമ്പോൾ എളുപ്പമാകും. ആംഗിൾസ് ഓഫ് എ ബി സി ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ എ പി. ഇതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ അർദ്ധമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഓക്കെ, 1 ആംഗിൾ, അതായത് 3 ആംഗിൾ എ ബി സി അർദ്ധമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ ആംഗിൾ ബി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അർദ്ധമെറ്റിക് പ്രോഗ്രഷൻ 3 ആംഗിൾ എയും ബിയും സിയും അർദ്ധമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ആംഗിൾ സി എന്ന് വെച്ചാൽ ആംഗിൾ ബി എന്ന് വെച്ചാൽ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം എ ബി സി. ഈ 3 ആംഗിളും അർദ്ധമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ആംഗിൾ ബി എപ്പോഴും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എം ഈസ് പോയിന്റ് ഓൺ ബി സി സച്ച് ദാറ്റ് എ എം പെർപെൻഡിക്കുലർ ടു ബി സി. പി ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇതെന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും അല്ലെ? അത് 30 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഈസ് ബി എം ബൈ എ ബി? അപ്പം ഞാനത് ഒന്ന് സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. എയും എമ്മും ബിയും സെപ്പറേറ്റ് വരയ്ക്കുകയാണ്. ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, നമ്മളിപ്പോൾ ട്രയാങ്കിൾ പറഞ്ഞു തന്നു. ഇത് √3 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 1 ആയിരിക്കും. √3 ആയിരിക്കും, 2 ആയിരിക്കും, 1 ആയിരിക്കും അല്ലേ? അപ്പോൾ ചോദ്യം എന്താ വരുന്നത്? ബി എം ഡിവൈഡഡ് ബൈ എ ബി എന്താണല്ലേ? ബി എം ഡിവൈഡഡ് ബൈ എ ബി 1/2 അല്ലേ വരുന്നത്? ബി എം ബൈ എ ബിന്റെ വാല്യൂ എന്താ വരുന്നത്? 1/2. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം,
ഇതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ തിയറാണ്, ഒരു ട്രയാങ്കിള് ABC. ഓക്കെ, ഒരെണ്ണം വന്ന് പെർപെൻഡിക്കുലർ ലൈന് AD എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ട് എക്ക് പെർപെൻഡിക്കുലർ, BCക്ക് പെർപെൻഡിക്കുലർ. പിന്നെ ഒരു ആംഗിൾ ബൈസെക്ടർ, എന്ന് പറയുന്നത് എന്താ, ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. ഓക്കെ, ആംഗിൾ തന്നെ DACനെ ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ടുപേരും നമ്മൾ ആംഗിൾ, ഈ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും അതുപോലെ ആംഗിൾ ബൈസെക്ടറും നമ്മൾ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ബിന്റെയും ആംഗിൾ സിന്റെയും ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും. ആംഗിൾ ബിന്റെയും ആംഗിൾ സിന്റെയും ഡിഫറൻസിന്റെ പകുതി ആയിരിക്കും. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിള്. ഏരിയ ഓഫ് ട്രയാങ്കിള് നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ഹൈറ്റിന് വിളിക്കുന്ന പേരെന്ത്, ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ബേസിൽ വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണെന്ത്, ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, പിന്നെ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ABC. ഓക്കെ, ഇപ്പം ഇത് ഞാൻ A എന്ന് കൊടുക്കുന്നു, ഇത് C. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു കറസ്പോണ്ടിങ് അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ഇൻറ്റു സൈൻ തീറ്റ കൊടുത്താൽ മതി. ഹാഫ് BC സൈൻ തീറ്റ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ഈ മൂന്നും. ഒന്നെങ്കിൽ ഹാഫ് BC സൈൻ D ഫിഗർ നോക്കുക, അല്ലെങ്കിൽ ഹാഫ് AC സൈൻ C, അല്ലെങ്കിൽ ഹാഫ് AB സൈൻ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഒരു ചോദ്യം നോക്കാം. The base BC of a triangle ABC divided at D such that, ഒരു ട്രയാങ്കിൾ BC. ഓക്കെ, ബേസ് ഇവിടെ എന്തുണ്ട്, ABC divided at D such that BD equal to half DC. BD equal to half DC. ഇത് D ആണെങ്കിൽ ഓക്കെ, ഇത് X ആണെങ്കിൽ ഇതെന്തായിരിക്കും, 2X. അതാണ് BD എന്ന് പറയുന്നത് DCൻ്റെ പകുതിയാണ്. BD എന്ന് പറയുന്നത് DCൻ്റെ പകുതിയാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ്, അപ്പോൾ ഇവിടെ ഞാൻ ഓക്കെ, ഇത് A. അങ്ങനെയാണെങ്കിൽ ABCൻ്റെ ഏരിയയും അതേപോലെ ADCൻ്റെ ഏരിയയും നമ്മൾ റേഷ്യോ, ADC നമ്മൾ ഏരിയ. ഓക്കെ, ഇത് ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ് H ആണെന്ന് വിചാരിക്കുക. നമുക്കറിയാം ABCൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് വെച്ചാൽ എത്രയാണ്, 3x അല്ലേ, ഇൻറ്റു H എന്ന് എഴുതാം. ADC ആണെങ്കിലോ, ADC ഹാഫ് ഇൻറ്റു ADC 2x ഇൻറ്റു H എന്ന് എഴുതാം. അപ്പോൾ രണ്ടുപേരും നമ്മൾ റേഷ്യോ എന്ത് വരും, ABCയും ADCയും നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, ഹാഫ് ക്യാൻസൽ ആവും അല്ലേ, 3x/2x എന്ന് കിട്ടും, 3/2 എന്ന് കിട്ടും. 3/2 ഓപ്ഷൻ ഏതാ വരുന്നത്, ഓപ്ഷൻ B. ഓപ്ഷൻ B എന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ സെൻറ്റേഴ്സ് നമുക്കറിയാം. മീഡിയൻ, ഇപ്പോൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, മീഡിയൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ, മീഡിയൻ നമ്മൾ വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിൽ വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മീഡിയൻ. ഓപ്പോസിറ്റ് വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട്, ഒരു വെർട്ടെക്സ് നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് മിഡ് പോയിന്റ് വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് മീഡിയൻ. ഈ മീഡിയൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. മീഡിയൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. ഓക്കെ, അതേപോലെ സെർക്കും സെൻറ്റർ. സെർക്കും സെൻറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അതുപോലെ ഇവിടുന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ഈ മൂന്ന് ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് അതിൻ്റെ സെർക്കും സെൻറ്റർ. ഈ മൂന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെർക്കും സെൻറ്റർ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിന്റെ സെന്റർ അതാണ് സെർക്കും സെൻറ്റർ. സർക്കിൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഔട്ട് സൈഡ്. സർക്കിൾ ഔട്ട് സൈഡ് ആണ് സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരും എന്ത് തന്നെയാണ്, സെർക്കും സെൻറ്റർ. അതേസമയം ഞാൻ സർക്കിൾ അകത്താണ് വരയ്ക്കുന്നതെങ്കിൽ
അകത്താണ് വരയ്ക്കുന്നെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസെന്റർ. സർക്കിൾ അകത്താണ് വരയ്ക്കുന്നെങ്കിൽ നമ്മൾ ആ സർക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസെന്റർ. ഓക്കെ, ഇൻസെന്റർ. ആ ഇൻസെന്റർ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻസെന്റർ എന്ന് വെച്ചാൽ ആംഗിൾ ബൈസെക്ടറിന്റെ മീറ്റിംഗ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും. ഇൻസെന്റർ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ ബൈസെക്ടറിന്റെ മീറ്റിംഗ് പോയിന്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സർക്കും സെന്റർ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ മീറ്റിംഗ് പോയിന്റും ഇൻസെന്റർ എന്ന് വെച്ചാലോ ആംഗിൾ ബൈസെക്ടറിന്റെ മീറ്റിംഗ് പോയിന്റിനും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഞാനിപ്പോൾ പറഞ്ഞു, ഒരു വെർട്ടെക്സ് നിന്ന് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഒരു വെർട്ടെക്സ് ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഈ 3 ആൾട്ടിറ്റ്യൂഡും മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഓർത്തോസെന്റർ. 3 ആൾട്ടിറ്റ്യൂഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഓർത്തോസെന്റർ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് മേ ലൈ ഇൻസൈഡ് ദി ട്രയാങ്കിൾ ഓർ ഔട്ട്സൈഡ് ദി ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഓർത്തോസെന്റർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് 90 ഡിഗ്രി അവിടെ ആയിരിക്കും വരുന്നത്. ഓക്കെ, 90 ഡിഗ്രിയിലായിരിക്കും ഓർത്തോസെന്റർ വരുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എ ആണെങ്കിൽ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് എ ആണെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? ഏരിയ ആണ് എന്ത്? √3a²/4. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? √3a/2. ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? √3a/2. ഇൻ റേഡിയസ്. ഓക്കെ, അതിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ്. ഇൻസർക്കിളിന്റെ റേഡിയസ് ആണെന്ത്? a/2√3. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് a/2√3 ആയിരിക്കും. സർക്കും സർക്കിൾ ആണെങ്കിൽ, അതൊരു സർക്കും സർക്കിൾ ആണെങ്കിൽ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? a/√3 ആയിരിക്കും. a/√3. ഓക്കെ, അല്ലെങ്കിൽ ഇൻ റേഡിയസും സർക്കും റേഡിയസും നമ്മൾ റേഷ്യോ 1/2 ആയിരിക്കും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇൻ റേഡിയസും സർക്കും റേഡിയസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:2 ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കാം, എ സർക്കിൾ ഓഫ് റേഡിയസ് 7 സർക്കും സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? 7 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്താണെന്നാ ചോദ്യം. സൈഡ് നമുക്കറിയാം ക്യാപിറ്റൽ R ഈക്വൽ ടു a/√3 ആണ്. ഓർ a ഈക്വൽ ടു എന്തായിരിക്കും? √3 × R ആണ്. അപ്പോൾ √3 × 7 വരും. അപ്പോൾ എന്ത് കിട്ടും? 7 × √3, 7√3 എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അടുത്തത്, ഇവിടെ സൈഡ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 6√3 തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്താണെന്നാ ചോദ്യം? ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? √3a/2 അല്ലേ? √3/2 × 6√3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 × 3/2 ദാറ്റ് ഈസ് 9 എന്ന് കിട്ടും. 9. ഓപ്ഷൻ എന്ത് കിട്ടും? ഓപ്ഷൻ എ. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അടുത്തത്, ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ? √3a²/4. അത് എത്ര തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. 3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈഡ് എന്തായിരിക്കും? സൈഡാ തന്നിരിക്കുന്നല്ലേ? സോറി, സൈഡാണ് √3a²/4 ആണ് ഏരിയ. എ ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈക്വൽ ടു എന്ത് കിട്ടും? √3 × 3²/4. 9 × √3/4. അല്ലെങ്കിൽ 9 റൂട്ടിനകത്തെടുക്കുക. 9 റൂട്ടിനകത്തെടുത്താൽ √81 എന്ന് എഴുതിക്കും ഇവിടെ. 9 റൂട്ടിനകത്തെടുത്താൽ 9² എന്ന് എഴുതിക്കും ഇവിടെ. അപ്പോൾ √243/4 എന്ന് കിട്ടും. √243/4 ഓപ്ഷൻ സി. ഓപ്ഷൻ സി. പിന്നെ സ്കാലിൻ ട്രയാങ്കിൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ടെക്നീഷ്യനും എല്ലാം ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരു സ്കാലിൻ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? √S × S - A × S - B × S - C. പഠിച്ചു വയ്ക്കുക. ABC എന്ന് വെച്ചാൽ സൈഡാണ്. S എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ. S എന്ന് വെച്ചാൽ സെമി പെരിമീറ്റർ. ഇത് നമുക്ക് വേണമെങ്കിൽ ഹാഫ് × ബേസ് × ഹൈറ്റ് ഇതിന് ഇക്വേറ്റ് ചെയ്യാം കേട്ടോ. ഹാഫ് × ബേസ് × ഹൈറ്റ്. ഹൈറ്റ് h. ഓക്കെ, അപ്പം അതുകൂടി ശ്രദ്ധിക്കുക.
ഇവിടെ ബിക്ക് പകരം എക്ക് എ എന്ന് കൊടുക്കുക. പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി കൂടി ശ്രദ്ധിക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ, ഓക്കെ, സർക്കും റേഡിയസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിന്റെ പകുതിയായിരിക്കും. സർക്കും റേഡിയസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് പകുതിയും ഇൻ റേഡിയസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഹൈറ്റും ബേസ് മൈനസ് ഹൈപ്പോട്ടന്യൂസ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ഇൻ റേഡിയസ്. ഓക്കെ, ഇൻ റേഡിയസ് ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ പറയുന്നുണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഓക്കെ, 2 സൈഡ്സ് കണ്ടെയ്നിങ് റൈറ്റ് ആംഗിൾ, അതായത് ഇത് 4ഉം ഇത് 3ഉം ആണെങ്കിൽ ഇൻ റേഡിയസ് എന്താണെന്നാണ് ചോദ്യം. ഇൻ റേഡിയസ്, ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇത് 5 ആയിരിക്കും അല്ലേ, ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും 5 ആയിരിക്കും. ഇൻ റേഡിയസ് എന്തായിരിക്കും പി പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2 അല്ലേ, 4 plus 3 minus 5 divided by 2. 2 by 2 equal to എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഓപ്ഷൻ എ, ഓപ്ഷൻ എ. അടുത്തത്, വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഫോംഡ് ബൈ 40. ഇത് നിങ്ങൾ മനസ്സിലാക്കട്ടോ, 40, 41, 9 എന്ന് പറയുന്നത് എന്തായിരിക്കും, പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ, 40 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ആണ് 41 സ്ക്വയർ. റൈറ്റ് ട്രയാങ്കിളാണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. 40 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 41 സ്ക്വയർ ആയിരിക്കും. ശരി, വാട്ട്സ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ഫോംഡ് ഇൻസൈഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇൻസൈഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇൻ റേഡിയസ് ആണ് ചോദിക്കുന്നത്. പി പ്ലസ് ബി മൈനസ് എച്ച് ബൈ 2ന്റെ വാല്യൂ അല്ലേ. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ 40 ആയിരിക്കും, പ്ലസ് 9 മൈനസ് 41 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 8 by 2 ഈക്വൽ ടു 4 എന്ന് കിട്ടും. 8 by 2 ഈക്വൽ ടു 4. ഓപ്ഷൻ ഡി. ഓക്കെ, അതുപോലെ ഒരു ചോദ്യം അല്ലേ, ഇവിടെ ഏരിയ ആണ് ചോദിക്കുന്നില്ല. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്, ഇത് 1.5, ഇത് 2. നമുക്കറിയാം ഒരു റൈറ്റ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. അപ്പോൾ 3ന്റെ പകുതിയാണ് 1.5, 4ന്റെ പകുതിയാണ് 2. അപ്പോൾ ഇതെന്തായിരിക്കും, 5ന്റെ പകുതി 2.5 ആയിരിക്കും. അപ്പം അതിൻ്റെ സർക്കും റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈപ്പോട്ടന്യൂസ് ബൈ 2 അല്ലേ, 2.5 by 2, ദാറ്റ് ഈസ് 5 by 4. സർക്കും റേഡിയസ് 5 by 4. അപ്പോൾ ഏരിയ എന്തായിരിക്കും, പൈ ആർ സ്ക്വയർ അല്ലേ, പൈ ഇൻറ്റു 5 by 4 ഹോൾ സ്ക്വയർ, പൈ ഇൻറ്റു 25 by 16, 5 into 25 by 16. എത്ര 25 by 16? പൈ ഇൻറ്റു 5 by 4 into 6.25 അല്ലേ, 5 by 4 into 6.25 എന്ന് വരും. സോ പൈ ഇൻറ്റു 1.5625 ആണോ, 1.5625 അല്ലേ, 1 5 1.5625 എന്ന് വരും. ഓപ്ഷൻ സി, ഓപ്ഷൻ സി. അടുത്തത് അതേപോലൊരു ചോദ്യമാണ്, ഏരിയ ആണ് ചോദിക്കുന്നത്, സർക്കും റേഡിയസ്. ഇവിടെ നോക്ക്, റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ, ഇത് 6, ഇത് 8, ഇത് 10. അപ്പോൾ ഇവിടെ റേഡിയസ് എന്ന് വെച്ചാൽ 10 by 2 5 ആയിരിക്കും. ഏരിയ എന്ന് വെച്ചാൽ പൈ ആർ സ്ക്വയർ ആണ്, പൈ ഇൻറ്റു 5 സ്ക്വയർ 25 പൈ എന്ന് വരും. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ, പിന്നെ ഈ കാര്യം ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും സൈൻ റൂൾ ആണ്. ഈ എ ബൈ ഓപ്പോസിറ്റ് ആംഗിൾ, സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ, അല്ലെങ്കിൽ ബി ബൈ സൈൻ ബി, അല്ലെങ്കിൽ സി ബൈ സൈൻ സി എന്ന് വെച്ചാൽ എന്തായിരിക്കും, 2 times സർക്കും റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു,
ട്രയാങ്കിൾ എ ബി സി. ഇതാണ് നമ്മുടെ ഇൻസെൻറ്റർ എന്ന് വിചാരിക്കുക. ഐ എന്ന് പറയുന്നത് ഇൻസെൻറ്റർ ആണെങ്കിൽ, ഓക്കെ, ഈ ആംഗിൾ എ ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും 90 പ്ലസ് a/2 ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസെൻറ്ററിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും 90 പ്ലസ് a/2 ആയിരിക്കും. അതേസമയം ഓക്കെ, ഈ ഒ എന്ന് പറയുന്നത് സർക്കും സെൻറ്റർ ആണെങ്കിൽ ആംഗിൾ ഒ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ആംഗിൾ ഒ എന്ന് വെച്ചാൽ 2 ടൈംസ് ആംഗിൾ എ ആയിരിക്കും. ആംഗിൾ ഒ എന്ന് വെച്ചാൽ എന്തായിരിക്കും 2 ടൈംസ് ആംഗിൾ എ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ, ഈ ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും 90 പ്ലസ് a/2ഉം ഈ ആംഗിൾ എന്ന് വെച്ചാൽ 90 മൈനസ് a/2 ആയിരിക്കും. പ്രൊവൈഡഡ് ഐ എന്ന് വെച്ചാൽ എന്താ, ഇൻസെൻറ്റ്. ഇവിടെ നോക്കുക, ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഒ എന്ന് പറയുന്നത് എന്താ, ഇൻസെൻറ്റർ ആണ്. ഒ എന്ന് വെച്ചാൽ എന്താ, ഇൻസെൻറ്റർ. ഓക്കെ, ഇത് 110 തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണെന്ന ചോദ്യം. അതായത് ഈ ആംഗിൾ എ പ്ലസ് 90/2 എന്ന് പറയുന്നത്, സോറി, നമ്മളെന്താ പറഞ്ഞ് 90 പ്ലസ് ആംഗിൾ a/2 അല്ലേ. നയൻറ്റി പ്ലസ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ 2 110. അപ്പോൾ ആംഗിൾ a/2 എന്ന് വെച്ചാൽ എന്തായിരിക്കും 110 മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ആംഗിൾ എ എന്ത് കിട്ടും, 20 × 2 40 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ എ. ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും 40. ഇന്റേണൽ ബൈസെക്ടർ ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി മീറ്റ് അറ്റ് ഡി. ആംഗിൾ ബിന്റെയും ആംഗിൾ സിന്റെയും ഇന്റേണൽ ബൈസെക്ടർ ഡിയിൽ മീറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതെന്താ, ഇന്റേണൽ ബൈസെക്ടർ എന്ന് വെച്ചാൽ അത് ഇൻസെൻറ്റർ ആണ്. ഇന്റേണൽ ബൈസെക്ടർ എന്ന് വെച്ചാൽ ഇൻസെൻറ്റർ ആണ്. ആംഗിൾ എ 75 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി ഡി സി എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഇൻസെൻറ്റർ 90 പ്ലസ് a/2 ആയിരിക്കും. 90 പ്ലസ് 75/2, 90 പ്ലസ് 37.5, 127.5 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി. അടുത്തത് ഇവിടെ നോക്ക്, ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. അവിടെയും ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ, അതായത് ഇൻറേഡിയസ് ആണ് പറയുന്നത്. എവിടെയും മീറ്റ് ചെയ്യുന്നത്, പിയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. എ ബി സി, ബിന്റെയും സിന്റെയും ആംഗിൾ പി മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ 128 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. അതായത് 90 പ്ലസ് a/2 എന്ന് പറയുന്നത് 128 തന്നിട്ടുണ്ട്. അപ്പോൾ a/2 എന്തായിരിക്കും, 128 മൈനസ് 90, 38 ആയിരിക്കും. അപ്പോൾ ആംഗിൾ എന്തായിരിക്കും, 38 × 2 76 ആയിരിക്കും. 76 ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ, പിന്നെ സർക്കും റേഡിയസ് ഓൾറെഡി പറഞ്ഞല്ലേ. സർക്കും റേഡിയസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തൊരു സർക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്ത്, സർക്കും സെൻറ്റർ. സർക്കും സെൻറ്ററിൻ്റെ ഈ പ്രത്യേകത കണ്ടോ, ഈ മൂന്നും ഈക്വൽ ആയിരിക്കും. അത് 3 റേഡിയസ് അല്ലേ, ഒ സി, ഒ എ, ഒ ബി എന്നൊക്കെ പറയുന്നത് എന്താ, റേഡിയസ് ആണ്. 3 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പിന്നെ സർക്കും സെൻറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 3 ട്രയാങ്കിളും എങ്ങനത്തെ ട്രയാങ്കിൾ ആയിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ അടുത്ത എന്താ, ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 എ, ഇപ്പോൾ ഒ സി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഒ സിയും എയും ഈക്വൽ ആയിരിക്കും, കാരണം അത് റേഡിയസ് അല്ലേ. സോ എനി 2 ട്രയാങ്കിൾസ്, എനി 2 സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഏത് 3 ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്, ഏത് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം, ഓക്കെ, ഈ ആംഗിൾ എന്ന് വെച്ചാൽ എന്തിന് ഈക്വൽ ആയിരിക്കും,
2 ടൈംസ് ആംഗിൾ അല്ലേ, 2 ടൈംസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. മറ്റേത് 90 പ്ലസ് a ബൈ 2 ആണെങ്കിൽ ഇവിടെ ഡബിൾ ആണ് വരുന്നത്. തിരിച്ചാണെങ്കിൽ, അതായത് ഇങ്ങനെയാണ്, ഇവിടെ ആണെങ്കിൽ ഇത് ഇങ്ങനെയാണെങ്കിൽ 180 മൈനസ് a ആണ്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് a ആണെങ്കിൽ ഇതെന്തായിരിക്കും 2a. അതല്ലേ ഞാൻ പറഞ്ഞു, തിരിച്ചാണെന്ന് വിചാരിക്കുക. ട്രയാങ്കിളിന്റെ പുറത്താണ് ഇൻസെന്റർ വരുന്നത് വിചാരിക്കും. O പുറത്താണെങ്കിൽ ഇത് a ആണെങ്കിൽ ഇതെന്തായിരിക്കും 180 മൈനസ് 2a ആയിരിക്കും. 180 മൈനസ് 2a. ട്രയാങ്കിളിന്റെ അകത്താണ് O വരുന്നെങ്കിൽ ഡബിൾ 2a ആയിരിക്കും. ഈ ട്രയാങ്കിളിന് പുറത്താണ് സർക്യൂംസെന്റർ എങ്കിൽ 180 മൈനസ് 2a ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫോർ an acute angle triangle, circumcenter lies inside. ഓക്കെ, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ സർക്യൂംസെന്റർ ലൈസ് ഔട്ട്സൈഡ്. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾ ആണെങ്കിൽ സർക്യൂംസെന്റർ ലൈസ് ഓൺ ദി ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഇവിടെ നോക്കുക. ഇൻ ദി ഫിഗർ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ABC, ഈ ആംഗിൾ എത്ര തന്നിട്ടുണ്ട് 38 തന്നിട്ടുണ്ട്. പിന്നെ സർക്കും സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. PAQ 38, അത് P ആണല്ലേ. PAQ 38 എന്നുണ്ട്. PQO എന്താണെന്നാണ് ചോദ്യം. PQO ഇതെന്തായിരിക്കും? POQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 into 38, 76 ആയിരിക്കും. 76. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ആരാ ഐസോസിലസ്? POQ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐസോസിലസ് ട്രയാങ്കിളാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ. X plus 76 എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. 2x plus 76 എന്ന് പറയുന്നത് 180. 2x ഈക്വൽ ടു 102. അപ്പൊ x ഈക്വൽ ടു എന്തായിരിക്കും? 104. x ഈക്വൽ ടു 52. 52 ഓപ്ഷൻ എ. മനസ്സിലായോ? ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. x ഈക്വൽ ആയിരിക്കും. O എന്ന് പറയുന്ന ആംഗിൾ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? 76 എന്ന് കിട്ടി. സോ ബാക്കി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 സബ്ട്രാക്ട് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 752 എന്ന് കിട്ടും. അടുത്ത ചോദ്യം. O is circumcenter of triangle ABC. ഈ ABCന്റെ സർക്യൂംസെന്റർ ആണ് ആര്? O. ഓക്കെ, OD perpendicular to BC. OD perpendicular to BC. ഓക്കെ, വാല്യൂ ഓഫ് ആംഗിൾ BOD. ഈ ആംഗിൾ എന്താണെന്നാണ് ചോദ്യം. ഈ ആംഗിൾ എന്താ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത് ആംഗിൾ A ആണെങ്കിൽ ഈ മൊത്തം ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ 2A ആയിരിക്കും. മാത്രമല്ല ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും? സിമിലർ ട്രയാംഗിളാണ്. രണ്ട് ട്രയാംഗിൾ എന്ന് വെച്ചാൽ ഒന്ന് കോൺഗ്രന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, ഒന്ന് മറ്റേതിന്റെ മിറർ ഇമേജ് പോലെ അല്ലേ, കോൺഗ്രന്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിളും പകുതി പകുതി. ഇത് A ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? A. രണ്ടും A എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും. ഓപ്ഷൻ തരും, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണെന്ന് പറയുന്നുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഓരോന്നിന്റെയും സൈഡ് എന്താ? 6 സെന്റിമീറ്റർ. ഓരോന്നിന്റെയും സൈഡ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ആംഗിൾ BOC, O എന്ന് പറയുന്നത് സർക്യൂംസെന്റർ ആണ്. O ഈസ് സർക്യൂംസെന്റർ. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 120 ആയിരിക്കും അല്ലേ? ഡബിൾ ആയിരിക്കും.
2a എന്നല്ലേ പറഞ്ഞ്? ഓപ്ഷൻ സി. പിന്നെ ഒരു തിയറമാണ് ആംഗിൾ ബൈസെക്ടർ തിയറം. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറം കേട്ടോ. അതായത് ആംഗിൾ ബൈസെക്ടർ തിയറം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഇപ്പൊ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, ഈ പി എസ് എന്ന് വെച്ചാൽ എന്താ? ആംഗിൾ ബൈസെക്ടർ. പി എസ് എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ. അങ്ങനെയാണെങ്കിൽ ഇത് എയും ഇത് ബിയും ഇത് എക്സും ഇത് വൈയും ആണെന്ന് വിചാരിക്കുക. സൈഡ് എ ബൈ ബി എന്ന് പറയുന്നത് എക്സ് ബൈ വൈന് ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ തിയറം. അല്ലെങ്കിൽ തിരിച്ചും പറയാം, ഒരു ട്രയാങ്കിള് ഒരു ലൈൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അവര് എ ബി എക്സ് വൈ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയാണ് എ ബൈ ബി ഈക്വൽ ടു എക്സ് ബൈ വൈ ആണെങ്കിൽ ഈ പി എസ് എന്ന് പറയുന്നത് എന്നായിരിക്കും ചോദ്യം. ഡയറക്റ്റ് ചോദ്യമാണ്. അതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണോ, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആണോ, ഓൾട്ടിറ്റ്യൂഡ് ആണോ, അല്ലെങ്കിൽ അതൊരു മീഡിയൻ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും അത്? അതൊരു ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ആംഗിൾ ബൈസെക്ടർ തിയറം. ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ എ ബി സി വരയ്ക്കുന്നു. എ ബി സി. എ ബി എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ബി ഡി 6 സെന്റിമീറ്റർ. ആംഗിൾ എ ഇസ് ബൈസെക്ട് ഇന്റേർണലി ടു ഇന്റർസെക്ട് ബി സി അറ്റ് ഡി. ഓക്കെ, ഇത് ഇന്റേർണൽ ബൈസെക്ടർ ആണ് എ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി ഡിന്റെ വാല്യൂ 6 തന്നിട്ടുണ്ട്. ഡി സിന്റെ വാല്യൂ 7.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എന്റെ വാല്യൂ എന്താണെന്നാ ചോദ്യം. സി എ എക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു 10/x ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? 6/7.5. ഓർ എക്സ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? 10 × 7.5/6, 75/6. ഇപ്പൊ എത്ര കിട്ടും? 12.5. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഇതാണ് ആംഗിൾ ബൈസെക്ടർ തിയറം. തിരിച്ചും വരും കേട്ടോ. അത് ഞാൻ തിരിച്ചു പറഞ്ഞില്ല. അതായത് 2 റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ആ എ ഡി എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഒരു ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ഇപ്പൊ നോക്ക്, കണ്ടോ, ഇങ്ങനെ ചോദ്യം വന്നിരിക്കുന്നു. എ ബൈ ബി, എ ബി ബൈ എ സി എന്ന് വെച്ചാൽ ബി ഡി ബൈ ഡി സി ആണെങ്കിൽ എ ബി സി എന്താണെന്നാ ചോദ്യം? എ ബി സി എന്താ? അതാണ് ചോദ്യം. ഓക്കെ, ഈ ആംഗിൾ എന്താണെന്നാ ചോദ്യം? അപ്പൊ മനസ്സിലാക്കുക, ഈ ആംഗിൾ, ഈ മൊത്തം ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ എ ഡി എന്ന് വെച്ചാൽ ആംഗിൾ ബൈസെക്ടർ അല്ലേ? 56 ആയിരിക്കും അല്ലേ? ഇത് 28 ആണെങ്കിൽ മറ്റേതും തന്നെ ആയിരിക്കും. ഇത് 28 തന്നെ, ഇത് 28 തന്നെ ആയിരിക്കും. ടോട്ടൽ ആംഗിൾ 56 ആയിരിക്കും. 56 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് പ്ലസ് 56 പ്ലസ് 60 എന്ന് വെച്ചാൽ 180. എക്സ് പ്ലസ് 116 ആണ് 180. എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 180 മൈനസ് 116, 64 കിട്ടും. 64 ഓപ്ഷൻ ഡി. മനസ്സിലായോ? അടുത്തത് പിന്നെ ഇത് ജസ്റ്റ് ഒരു തിയറം. ഈ ഒരു തിയറം കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് ആംഗിൾ ബൈസെക്ടർ ആണ്. ഇവിടെ മീഡിയൻ ആണ്. എ ഡി എന്ന് പറയുന്നത് മീഡിയൻ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എ ഡി എന്ന് പറയുന്നത് മീഡിയൻ. ഇത് എ ബി, ഇത് സി ഡി. മീഡിയന്റെ ഹൈറ്റ് ഞാൻ എം കൊടുക്കണമെന്ന് വിചാരിക്കും. മീഡിയന്റെ ഹൈറ്റ് എം. ഇതിലെന്താ പറയുന്നത്? എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. എ ബി സ്ക്വയർ പ്ലസ് എ സി, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 2 × സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ആയിരിക്കും. ഇതാണ് അപ്പോളോണിയസ് തിയറം. ഓക്കെ, എം എന്ന് പറയുന്നത് മീഡിയൻ. എന്താ? മീഡിയൻ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2 × സി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വരുന്ന
പുതിയ SSC എക്സാം നടത്തുന്നത് ആരാ? എഡ്യൂക്കിറ്റി എന്ന് പറഞ്ഞൊരു ടീമല്ലേ. അവരും ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യം വരുന്നു എന്ന് കേട്ട്. അപ്പോളോണിസ് തിയറം. ഇപ്പം ഇവിടെ ഒരു ചോദ്യം ഞാൻ എക്സാമ്പിളായി കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC. AB ഈക്വൽ ടു 5 തന്നിട്ടുണ്ട്. BC ഈക്വൽ ടു 12. പിന്നെ മറ്റേത് 9 എന്നും തന്നിട്ടുണ്ട്. മീഡിയൻ ഇന്റർസെക്ട് BC അറ്റ് D. ഓക്കെ, ഇത് D എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മീഡിയൻ ഇന്റർസെക്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇത് 6 ആയിരിക്കും, ഇത് 6, ടോട്ടൽ 12 അല്ലേ? അങ്ങനെയാണെങ്കിൽ മീഡിയന്റെ ഹൈറ്റ് എന്താണെന്നാ ചോദ്യം. മീഡിയന്റെ ഹൈറ്റ് M എന്താണെന്നാ ചോദ്യം. നമുക്കറിയാം A² പ്ലസ് B² എന്ന് വെച്ചാൽ 2 ഇൻറ്റു C² പ്ലസ് M² ആണ്. ഇവിടെ A എന്ന് വെച്ചാൽ 5², B എന്ന് വെച്ചാൽ 9², C എന്ന് വെച്ചാൽ 6² പ്ലസ് M². അപ്പോൾ 25 പ്ലസ് 81 ഈക്വൽ ടു 2 ഇൻറ്റു 36 പ്ലസ് M². 106 ഈക്വൽ ടു 2 ഇൻറ്റു 36 പ്ലസ് M². 36 പ്ലസ് M² എന്ന് വെച്ചാൽ എന്ത് കിട്ടും? 53 എന്ന് കിട്ടും. 53 അല്ലേ? 106/2 53. അപ്പോൾ M² ഈക്വൽ ടു 53 മൈനസ് 36 എത്ര കിട്ടും? 17. or M ഈക്വൽ ടു റൂട്ട് 17. M ഈക്വൽ ടു റൂട്ട് 17. അതാണ് മീഡിയന്റെ ഹൈറ്റ്. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇപ്പൊ കഴിഞ്ഞ ലേറ്റസ്റ്റ് TCS ക്വസ്റ്റനിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലേറ്റസ്റ്റ് TCS ക്വസ്റ്റൻ ആസ്ക്ഡ് ഇൻ വേരിയസ് RRB എക്സാം. എന്താ പറയുന്നത്? ഇന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ABC എന്ന് വിചാരിക്കുക. ഹൈപ്പോട്ടന്യൂസ് 10. അതിൽ ഒരു സൈഡ് 6 ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? ഒരു സൈഡ് 8 ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? 6. ഓക്കെ, ഏരിയ എന്താണെന്നാ ചോദ്യം. ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 6 അല്ലേ? 24 എന്ന് വരും. ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 24. ഓപ്ഷൻ D. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പം അടുത്തൊരു ചോദ്യം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 12 തന്നിട്ടുണ്ട്. ഏരിയ എന്താണെന്നാ ചോദ്യം. നമുക്കറിയാം ഏരിയ ഹൈറ്റ് എന്ന് വെച്ചാൽ റൂട്ട് 3a/2 ആണ് അല്ലേ? അപ്പോൾ A ഈക്വൽ ടു എന്ത് കിട്ടും? 24/√3 എന്ന് കിട്ടും. A ഈക്വൽ ടു 12 ഇൻറ്റു 2/√3. രണ്ട് സൈഡും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 24 ഇൻറ്റു √3/3 8√3 എന്ന് കിട്ടും. സൈഡ് ഈക്വൽ ടു 8√3. അപ്പോൾ ഏരിയ എന്തായിരിക്കും? √3a²/4 അല്ലേ? √3 ഇൻറ്റു 8√3 ഹോൾ സ്ക്വയർ/4. √3/4 ഇൻറ്റു 64 ഇൻറ്റു 3. √3 ഇൻറ്റു 1 6 ഇൻറ്റു 3 48 √3 എന്ന് കിട്ടും. 48 √3 എന്ന് കിട്ടും. ഓപ്ഷൻ D. ഓപ്ഷൻ D എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിൽ കൂടി ചെയ്യാം കേട്ടോ. ഏരിയ ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു AB ഇൻറ്റു സൈൻ തീറ്റ എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? അങ്ങനെയും ചെയ്യാം കേട്ടോ. ഹാഫ് ഇൻറ്റു ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗിൾ 60 ആണ്. ഈ ഹൈറ്റ് നമുക്ക് 12 തന്നിട്ടുണ്ട്. സൈഡ് 8√3 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതും 8√3. സോ ഹാഫ് ഇൻറ്റു 8√3 ഇൻറ്റു അഗൈൻ 8√3 ഇൻറ്റു സൈൻ 60. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു 64 ഇൻറ്റു 3 ഇൻറ്റു √3/2. അപ്പോൾ എന്ത് കിട്ടും?
16 ഇൻറ്റു 3 ഇൻറ്റു √3 അപ്പോഴും 40/√3 എന്ന് കിട്ടും. അപ്പോഴും 40/√3 നമുക്ക് കിട്ടും. ഇത് വേറൊരു മെത്തേഡാണ്. ശരി, അടുത്ത ചോദ്യം. ഏരിയ 25/√3 ആണെങ്കിൽ പെരിമീറ്റർ എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ സംബന്ധിച്ചോളം നോക്ക്, ഇത് എ, ഇത് 60. സോ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു സൈൻ 60. അതാണ് 25/√3 അല്ലേ? അപ്പൊ a²/2 ഇൻറ്റു √3/2 ഈക്വൽ ടു 25/√3. √3 ക്യാൻസൽ ആവും. a² ഈക്വൽ ടു 25 ഇൻറ്റു 4 100 എന്ന് കിട്ടും. ഓർ a ഈക്വൽ ടു എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. a ഈക്വൽ ടു 10. പെരിമീറ്റർ എന്തായിരിക്കും? 3a അല്ലേ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ പെരിമീറ്റർ എന്ന് വെച്ചാൽ 3a ആണ്. 3 ഇൻറ്റു 10 30. 3 ഇൻറ്റു 10 30. ഓക്കെ, ഓപ്ഷൻ സി. ഇതും അതുപോലെ ഒരു ചോദ്യമാണ്. ഏരിയ 16√3. ഏരിയ 16√3. അപ്പോൾ നമ്മളത് ജനറലായിട്ട് പഠിച്ചു വയ്ക്കുക. ഹാഫ് a² ഇൻറ്റു സൈൻ തീറ്റ. നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു a² ഇൻറ്റു സൈൻ 60. ദാറ്റ് ഈസ് √3/4 a² എന്ന് പഠിച്ച്. ശരി, നമുക്ക് അറിയുന്നതാണല്ലോ അല്ലേ? √3/4 a². ഓക്കെ, √3/4 a², അതാണ് 16√3. √3 ക്യാൻസൽ ആവും. a² ഈക്വൽ ടു 16 ഇൻറ്റു 4 ഓർ a ഈക്വൽ ടു 8 എന്ന് കിട്ടും. ഹൈറ്റ് എന്തായിരിക്കും? √3a/2. ദാറ്റ് ഈസ് √3 ഇൻറ്റു 8/2. 4√3. 4√3 ഓപ്ഷൻ. അത് തെറ്റിയാണ്. ഹൈറ്റ് അല്ല ചോദിക്കുന്നത്, എ എന്താന്നേ ചോദിക്കുന്നുള്ളൂ. ഞാൻ എന്തിനാ പിന്നെ ഹൈറ്റ് കണ്ടുപിടിച്ച്? a ഈക്വൽ ടു 8 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അടുത്ത ചോദ്യം. സം ഓഫ് 3 സൈഡ്സ് ഓഫ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ 20. ഓക്കെ, റേഷ്യോ ഓഫ് ഈക്വൽ സൈഡ് ടു ബേസ്. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് 4 ആണെങ്കിൽ 4x ആണെങ്കിൽ ഇത് 3x, ഇതെന്തായിരിക്കും? 3x. ഓക്കെ, അപ്പൊ അതിന്റെ സം എന്ന് വെച്ചാൽ എന്താ? 10x. അതാണ് 20 തന്നിട്ടിരിക്കുന്നത്. ഓർ x ഈക്വൽ ടു എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. x ഈക്വൽ ടു 10. ഓക്കെ, ഇത് അപ്പൊ 30, ഇത് 40. ഇതാണ് നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്താണെന്ന ചോദ്യം, ഹൈറ്റ് എന്താണെന്ന ചോദ്യം. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കുക. a+b+c/2 അല്ലേ? അപ്പൊ എന്ത് വരും? 30 + 30 + 40/2 50 ആണല്ലോ. ഏരിയ എന്തായിരിക്കും? റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c. എന്ത് കിട്ടും? റൂട്ട് ഓഫ് 50 ഇൻറ്റു 50 മൈനസ് 30, 20 ഇൻറ്റു 20 ഇൻറ്റു 10. എന്ത് കിട്ടും? 50 ഇൻറ്റു 20 ഇൻറ്റു 20. അപ്പോൾ 20 ഇൻറ്റു 10 ഇൻറ്റു √5, 200√5 അല്ലേ? ഈ ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? 200√5 എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് 40 ഇൻറ്റു ഹൈറ്റ്. സോ ഹൈറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? 400/40 ഇൻറ്റു √5. ദാറ്റ് ഈസ് ഈക്വൽ ടു 10√5. 10√5 തെറ്റി വരണം. തെറ്റി എവിടെ തെറ്റി? ഒന്നുകൂടി ചെയ്യാം.
അതായത് നമുക്ക് തൽക്കാലം 20 ഇവിടെ 2 എടുക്കാം കേട്ടോ. നമുക്ക് സൈഡിന്റെ റേഷ്യോ 3x 3x 4x അല്ലേ 3 3 6 4 10. ഇത് തൽക്കാലം 10x ആണ് വന്നിരിക്കുന്നത്. 10x ആണ് 20, x ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടും? 6 6 8. ഇവിടുത്തെ സെമി പെരിമീറ്റർ എന്ന് വെച്ചാൽ 6 + 6 + 8 ഹോൾ ഡിവൈഡഡ് ബൈ 2 10 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ എന്തായിരിക്കും? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഹോൾ ഡിവൈഡഡ് ബൈ 2 അല്ലേ? സോ 4/2 ഇൻറ്റു റൂട്ട് 20 2 റൂട്ട് 20 എന്ന് വരും. 2 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതാം. 4 റൂട്ട് 5 ഏരിയ എന്ന് വെച്ചാൽ 4 റൂട്ട് 5. ഇത് ഏതാ ഫോർമുല? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഇനി ഏരിയ എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ 4 റൂട്ട് 5 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ്. വീണ്ടും തെറ്റിയ എന്താണ്? എസ് എത്രയാ? 10 അല്ലേ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു 10 - 6 4 10 - 6 4 10 - 8 2 ഹോൾ ഡിവൈഡഡ് ബൈ 2. 4 കോമൺ ആയി പുറത്തെടുക്കുക. ബൈ 2 ഉണ്ട് ഇൻറ്റു റൂട്ട് 20. 2 റൂട്ട് 20 എന്നാണ് വരുന്നല്ലേ? അതായത് 4 റൂട്ട് 5. ഓക്കെ, ശരിയാണല്ലോ. എച്ച് ഈക്വൽ ടു റൂട്ട് 5 ആണല്ലോ വരുന്നത്. എനിക്ക് എവിടെ തെറ്റി? റൂട്ട് ഓഫ് എസ് 10 ഇൻറ്റു എസ് മൈനസ് 4 10 - 6 4 പ്ലസ് 4 പുറത്തെടുക്കും. 20 എന്ന് വെച്ചാൽ 2 റൂട്ട് 5. എന്തിനാ ഞാൻ താഴെ 2 ചെയ്യുന്നത്? ഓക്കെ ഫൈൻ സോറി. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 8 റൂട്ട് 5. 8 റൂട്ട് 5 ആണ്. സോ 8 8 ക്യാൻസൽ ആവും. റൂട്ട് 5 ഈക്വൽ ടു h ബൈ 2 ഓർ h ഈക്വൽ ടു 2 റൂട്ട് 5. ഓക്കെ, അടുത്ത ചോദ്യം. അതുപോലൊരു ചോദ്യമാണ്. ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ക്യു ആർ ഈക്വൽ ടു 10, ക്യു ആർ ഈക്വൽ ടു 12. ഇത് 10 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 10 ആയിരിക്കും. ആൾട്ടിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? സെമി പെരിമീറ്റർ കണ്ടുപിടിക്കുക. 10 + 10 + 12/2 16 അല്ലേ? 20 30 32 16. ഏരിയ കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു 16 - 10 വീണ്ടും 16 - 10 16 - 12 ഹോൾ ഡിവൈഡഡ് ബൈ 2. 6 ഇൻറ്റു 2/2 ഇൻറ്റു റൂട്ട് 10. 6 റൂട്ട് 10 എന്ന് കിട്ടും. ശരിയല്ലേ? ഇതല്ലേ ഏരിയ? സെമി പെരിമീറ്റർ എന്ന് വെച്ചാൽ 10 + 10 + 12/2 16 സോറി 16. സോ റൂട്ട് 16 4 6 2/2 24. സോ 24 എന്ന് വെച്ചാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു h.
സോ h ഈക്വൽ ടു എന്ത് കിട്ടും 24/6 എന്ന് കിട്ടും 4 എന്ന് കിട്ടും. ഷേടാ വീണ്ടും തെറ്റിയ എന്തത് 10+10+12/12 32/16 √ 16 × 16 - 10 6 6 4 / ഞാൻ എന്തിനാണ് ഇവിടുത്തെ ഏരിയ 2 എന്ന് ചെയ്യുന്നത്? സെമി പെരിമീറ്ററിന്റെ ഓർമ്മയില്ലേ? അതാട്ടോ സോറി. 48 ഇവിടെയും 48 ഇവിടെയും 48 ഇവിടെ എന്തേലും 8. ഓക്കെ സോറി ഗൈസ്, മടുത്തു ക്ഷീണിച്ചു, അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ശരി, ഇവിടെ ഒരു ചോദ്യം. ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ 50 ഡിഗ്രി, ആംഗിൾ ബി 70 ഡിഗ്രി. ഓക്കെ, എക്സ്റ്റീരിയർ മെഷർ ഓഫ് ആംഗിൾ എ അതാണ് ചോദിക്കുന്നത്. ഈ ആംഗിൾ എന്താണെന്ന ചോദ്യം. പി ആംഗിൾ എന്തായിരിക്കും? 7 5 12, ഇത് 60 അല്ലേ? ഇതെന്തായിരിക്കും? 70 + 60 130. ഓപ്ഷൻ എ. ഓക്കെ, അങ്ങനെ ട്രയാങ്കിൾസ് കഴിഞ്ഞു. ഇനിയൊരു 2-3 ചോദ്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതിന് ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇൻ റേഡിയസും എക്സ് റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നത്, സർക്കും റേഡിയസ്. ഇതാണ് അടുത്ത ചോദ്യം. ഇതുപോലത്തെ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ്? ഞാൻ പറഞ്ഞില്ലേ കണ്ടീഷൻ, അക്യൂട്ട് ആണോ ഇക്വലാറ്ററൽ ആണോ റൈറ്റ് ആണോ കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. മൂന്നാമത്തെ ഇൻസെൻട്രോയെ ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, നാലാമത്തെ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇനി അടുത്ത വീഡിയോ വൈകാതെ ചെയ്യാം.